പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, മാസാദ്യ വെള്ളിയാഴ്ച പിന്നെ നമ്മുടെ മെയ് മാസത്തിലെ വണക്കമാസമൊക്കെ നന്നായിട്ട് ചെല്ലുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ശരിക്കും അതുമായിട്ട് നമ്മുടെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനമാണ് കേട്ടോ ഈശോ നമുക്ക് നൽകുന്നത്. അത് പ്രഭാഷക പുസ്തകം 27:3. അവിടെ വചനം പറയാണ്, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം. ഏതിലാ? ദൈവഭക്തിയിൽ ദൃഢതയില്ല, തീക്ഷ്ണതയില്ല ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. നോക്കൂ സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ ശരിക്കും താക്കീതുകളൊക്കെ എത്രയോ ശരിയാണല്ലേ? നമ്മുടെ ജീവിതമായിട്ട് തന്നെ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചുറ്റുപാടുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ശരിക്കും നശിക്കുന്നത് എവിടെയാണ് പ്രിയ സഹോദരങ്ങളെ? ഒരു ശൂന്യത വരുന്നത് എവിടെയാണ്? അതായത് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകലുമ്പോൾ നമുക്കറിയാം അത് വലിയ അപകടത്തിലേക്കാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദൈവവചനം ശരിക്ക് പ്രഭാഷകൻ 27:3 മറ നീക്കി പുറത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ കാണാപ്പാഠം പഠിച്ചേക്കണം. എന്നിട്ട് ആത്മീയ ജീവിതത്തിലൊരു താല്പര്യമില്ല, ശുശ്രൂഷ, നമ്മുടെ വ്യാഴാഴ്ച ശുശ്രൂഷ, നിങ്ങൾ ഈ പഴയ ഭാഗക്കാരൊക്കെ ആണെങ്കിൽ അല്ല നമുക്ക് പോണ്ടേ, ശരിക്കും ഒരു തീക്ഷ്ണത വേണം സഹോദരങ്ങളെ, ഒരു ജ്വലനം വേണം, ഒരു ദൃഢത വേണം. അത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മുട്ടി നിൽക്കണമെന്ന് പറയില്ലേ? അപ്പോൾ തന്നെ ആ കൃപ ഈശോയോട് ചേർന്ന് നിന്നാൽ തന്നെയാണ് ആ കൃപ ലഭിക്കുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് ഇന്നലെ നമ്മൾ ബഹുമാനപ്പെട്ട സിസ്റ്റർ ആൻജീസിന് വേണ്ടിയൊക്കെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. കുറേ പേര് ശരിക്ക് സിസ്റ്ററിൻ്റെ നന്മകളും സിസ്റ്ററിലൂടെ നമ്മളുടെ ഈ സെൻറ്ററിനെ ദൈവമായ കർത്താവ് വളർത്തിയ കാര്യങ്ങളൊക്കെ കുറേ പേര് അച്ഛനോട് പങ്കുവെക്കുകയുണ്ടായി. ഞാൻ ഇന്ന് പ്രഭാതത്തിലും ഈ ആദ്യ വെള്ളിയാഴ്ചയും ശരിക്ക് സിസ്റ്ററിലൂടെ നൽകപ്പെട്ട, പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കേട്ടോ, ഞാൻ താമസമുള്ള ധ്യാനത്തിന് വേണോ വേണ്ടോ എന്നൊക്കെ ഒരു ഡബിൾ മൈൻഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് സിസ്റ്ററിലൂടെയാണ് പരിശുദ്ധാത്മാവ് ശരിക്കും എന്നെ ബലപ്പെടുത്തിയത്. നമുക്ക് ചെയ്യാൻ പറ്റുമോ അച്ഛന് ചെയ്യാൻ പറ്റും, അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ ഉണ്ട്, അച്ഛൻ്റെ പുറകിൽ ഞങ്ങൾ ഒരു സൈന്യമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്ററാണത് ഫോഴ്സ് ചെയ്ത് എന്നെ ശരിക്കും അങ്ങോട്ട് എന്നാൽ ശരിയാണ് നമുക്ക് ആ ഡിസിഷൻ എടുക്കാമെന്ന് ശരിക്കും ആ ആത്മാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ അതിശക്തമായ വിധത്തിൽ അതിൽ സിസ്റ്ററിൻ്റെ ഒരു സപ്പോർട്ട് അതിശക്തമായിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് സിസ്റ്റർ ഇനി കുറേ കൂടി പ്രാർത്ഥനയിലേക്കും അങ്ങനെ ഒരു നമ്മൾ ഈ ക്ലോയിസ്റ്റേഡ് കോൺവെൻ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പ്രാർത്ഥന മാത്രമായിട്ടുള്ള അവിടെ നിന്നാണ് സിസ്റ്റർ വന്നത്. തിരിച്ചവിടേക്ക് തന്നെയാണ് പോകുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് സിസ്റ്ററിനെ തുടർന്നുള്ള മിനിസ്ട്രികളും അതിശക്തമായ വിധത്തിൽ ദൈവരാജ്യ ശുശ്രൂഷയിൽ വ്യാപരിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നോക്കിയേ, ഈ പ്രഭാഷകൻ 27:3 മറക്കണ്ട കേട്ടോ. ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിന്നെ നോക്കിയേ, വരുന്ന വ്യാഴം, വെള്ളി, ശനി, ഞായർ നമ്മുടെ കുട്ടികളുടെ ധ്യാനമാണെന്ന കാര്യം മറന്നിട്ടില്ലല്ലോ. അച്ഛനിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ പഴയ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. മുമ്പത്തെ കുട്ടികളെ അവർ കാണുന്നുണ്ടായിരിക്കും, ഇതൊക്കെ കാണുന്നില്ലെങ്കിൽ നോക്കിയാൽ കുട്ടികളൊക്കെ ഇത് കാണണം. നല്ല തീക്ഷ്ണമതികളായിട്ടുള്ള വൈദികരാവണം. സിസ്റ്റർ ആൻജീസിൻ്റെ പോലെയുള്ള നല്ല സിസ്റ്റേഴ്സ് ഉണ്ടാകണം. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചേക്കണം. വരുന്ന വ്യാഴാഴ്ചയിലെ ശുശ്രൂഷയിൽ നമ്മൾ കൂട്ടുകാരെയൊക്കെ പറഞ്ഞു വിടണം. നമുക്ക് 10-35 പേരായി, ഒരു 10-50 പേർക്കൊക്കെയുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എപ്പോഴും എന്നേക്കും ആമേൻ.